നമസ്കാരം. 9ാം ക്ലാസ്സിലെ പ്രഥമ പാഠഭാഗമായ സത്യം ശിവം സുന്ദരം സംസ്കൃതം എന്ന പാഠഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം. സത്യം ശിവം സുന്ദരം സംസ്കൃതം. സംസ്കൃതം ഭാരതദേശസ്യ സമ്പദസ്തി. സംസ്കൃതം ഭാരതദേശത്തിൻ്റെ ഒരു സമ്പത്ത് തന്നെയാണ്. അസ്മിൻ ഭാരതീയാന ജ്ഞാനവൈഭവം സഞ്ചിതമസ്തി. ഈ സംസ്കൃത ഭാഷയിൽ ഭാരതത്തിൻ്റെ മുഴുവൻ ജ്ഞാനവൈഭവവും, ഭാരതീയരുടെ ജ്ഞാനവൈഭവം മുഴുവൻ ശേഖരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സംസ്കൃത അധ്യയനേന മാനവഃ സുസംസ്കൃതഃ ഭവതി. സംസ്കൃതം പഠിക്കുന്നത് കൊണ്ട് മനുഷ്യന്മാർ കൂടുതൽ സംസ്കാരമുള്ളവരായി മാറുന്നു. ഭാരതീയ ഭാഷാണാം സുചാരുരൂപേണ അധ്യയനാർത്ഥം സംസ്കൃതം നിതരാം അപേക്ഷിതം അസ്തി. ഭാരതീയ ഭാഷകളെ മനോഹരമായ രീതിയിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് സംസ്കൃതം ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. സംസ്കൃത അധ്യയനേന കിം കിം സാധിതം ഭവതി ഇതി വിഷയം അധികൃത്യ കവിന സുന്ദരം ഗീതം പ്രസ്തുതം. സംസ്കൃതം പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നേടുവാൻ സാധിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് കവി സുന്ദരമായ ഒരു ഗീതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ശ്ലോകരൂപം നമുക്ക് നോക്കാം. ഭാരതീയൈക്യതാ സാധകം സംസ്കൃതം, ഭാരതീയത്വ സമ്പാദകം സംസ്കൃതം, ജ്ഞാനപുഞ്ച പ്രഭാദർശകം സംസ്കൃതം, സർവദാനന്ദ സന്തോഹതം സംസ്കൃതം. ഒന്ന് പദം മുറിച്ച് വായിക്കാം നമുക്ക്. ഭാരതീയ ഏകതാ സാധകം സംസ്കൃതം, ഭാരതീയത്വ സമ്പാദകം സംസ്കൃതം, ജ്ഞാന പുഞ്ച പ്രഭാദർശകം സംസ്കൃതം, സർവദാ ആനന്ദ സന്തോഹതം സംസ്കൃതം. അതിൻ്റെ അന്വയം: സംസ്കൃതം ഭാരതീയ ഏകതാ സാധകം, ഭാരതീയത്വ സമ്പാദകം, ജ്ഞാന പുഞ്ച പ്രഭാദർശകം, സർവദാ ആനന്ദ സന്തോഹതം അസ്തി. സംസ്കൃതം ഭാരതത്തിൻ്റെ ഐക്യം സാധിപ്പിക്കുന്നതിനും ഭാരതീയതയെ വളർത്തുന്നതിനും ജ്ഞാനത്തിൻ്റെ മഹത്വവും പ്രഭാവവും കാണിക്കുന്നതിനും എല്ലാ ആനന്ദങ്ങളുടെയും ഒരു സമാഹാരം നൽകുന്നതുമാണ്. അതായത് Sanskrit promotes the unity of India. It develops love towards the nation and reveals the greatness and influence of knowledge. And it gives a collection of all kinds of happiness. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ശ്ലോകരൂപത്തിൻ്റെ മീനിങ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും പദഛേദങ്ങളും അന്വയവും ഒക്കെ നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും തുടരെയുള്ള ചാപ്റ്ററുകളെല്ലാം തന്നെ ഇതുപോലെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതെല്ലാം അറിയാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.